മാറില്ല മാറില്ല എന്ന് പറയുന്ന പ്രമേഹത്തെ എങ്ങനെയാണ് നമ്മൾ ഫലപ്രദമായിട്ട് കുറയ്ക്കുന്നത്, എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് ചോദിക്കാറുണ്ട്. മാറില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. മരുന്നുകൊണ്ട് പ്രമേഹത്തെ മാറ്റാൻ പറ്റില്ല. പ്രമേഹത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നാണ് സത്യം. പക്ഷേ പ്രമേഹം ഒരു മാറാവ്യാധിയല്ല, പ്രമേഹം ഒരു തീരാവ്യാധിയല്ല. നമ്മൾ ഇന്ന് കഴിക്കുന്ന മരുന്നുകളുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും. പലർക്കും മരുന്നുകൾ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിന് മരുന്ന് മാത്രം പോരാ, ശരിയായ ഡയറ്റ് വേണം, ശരിയായ ഫിസിക്കൽ എക്സസൈസ് വേണം, ശരിയായ ബ്രീത്തിങ് എക്സസൈസ് വേണം. ചിലർക്ക് മരുന്നുകളുടെ സപ്പോർട്ട് വേണ്ടി വരും. അതിന് സഹായകരമായ തരത്തിലുള്ള ചില സിമ്പിളായിട്ടുള്ള യോഗാസനങ്ങൾ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അതാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കറിയാം, പ്രമേഹം ധാരാളം ചോറ് കഴിച്ചതുകൊണ്ടോ ചപ്പാത്തി കഴിച്ചതുകൊണ്ടോ ബിരിയാണി കഴിച്ചുകൊണ്ടും മാത്രം ഉണ്ടാകുന്ന രോഗമല്ല. പ്രമേഹത്തിന്റെ പ്രധാന കാരണം വ്യായാമത്തിന്റെ കുറവ് കൂടിയാണ്. നമ്മളുടെ ശരീരത്തിലുള്ള എൻഡോക്രൈൻ സിസ്റ്റത്തിന് അന്തർസ്രാവി ഗ്രന്ഥി വ്യവസ്ഥയുടെ പ്രവർത്തനം കൃത്യമായി നടക്കാതെ വരുമ്പോഴാണ് ഒരു പരിധിവരെ നമ്മൾ പ്രമേഹരോഗിയായിത്തീരുന്നത്. അപ്പോൾ നമ്മളുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ കൂടിയിട്ട് വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള ചില വ്യായാമ പദ്ധതികളിൽ നമ്മൾ ചേരേണ്ടി വരും. അത് വളരെ ഫലപ്രദമായിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തെ നോർമലാക്കും. നമ്മളുടെ ഹോർമോൺ ഇംബാലൻസ് മാറ്റി ഹോർമോൺ ബാലൻസ് കൊണ്ടുവരും. അതിന് സഹായകരമായ ഒരു ക്രിയയാണ് ഞാൻ കാണിക്കാൻ പോണത്. വളരെ സിമ്പിളാണ്. തല പിറകോട്ട് കൊണ്ടുപോവുക, നാവ് പുറത്തേക്ക് ഇടുക, കണ്ണുകൊണ്ട് പിറകോട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ വയറ് ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് പാൻക്രിയാസിനെ കൈകൊണ്ട് തൊടാൻ പറ്റില്ല, കിഡ്നിയെ കൈകൊണ്ട് തൊടാൻ പറ്റില്ല, ലിവറിനെ കൈകൊണ്ട് തൊടാൻ പറ്റില്ല. സാധാരണ ഫിസിക്കലായ വ്യായാമം ഒന്നും അങ്ങോട്ട് ഏൽക്കാൻ പോലും പോകുന്നില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡയഫ്രം ചലിക്കും. നമ്മളുടെ പാൻക്രിയാസും അതുപോലെ കിഡ്നിയും ലിവറും ഹാർട്ടും ഇൻറ്റസ്റ്റൈനും മറ്റ് ആന്തരിക അവയവങ്ങൾക്ക് എല്ലാം സ്റ്റിമുലേഷൻ ഉണ്ടാവും, എല്ലാം ചലിക്കും. ആ ഭാഗത്തുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും നമുക്ക് കുറച്ചുകൊണ്ടാൻ സാധിക്കും. പ്രത്യേകിച്ച് പാൻക്രിയാസിലെ ബീറ്റാ സെൽ സജീവമാകും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ഇൻസുലിൻ ഉൽപ്പാദനം നോർമലാവും. അങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ പടിപടിയായിട്ട് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. രാവിലെയും വൈകിട്ടും ഇതുപോലെ 10 മിനിറ്റ് നമ്മൾ ഈ ക്രിയ ചെയ്താൽ മാത്രം മതി. ഒരു പൈസയും ചെലവില്ല, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, ആശുപത്രി പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യവും ഇല്ല. ഇതുപോലുള്ള അനവധി ചെറിയ ചെറിയ യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെയാണ് ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇതിനകത്ത് പ്രവേശിക്കാൻ സാധിക്കും. വളരെ ഫലപ്രദമായിട്ട് ഇതൊക്കെ പഠിച്ച് നമ്മളുടെ ഷുഗറിനെ പടിപടിയായിട്ട് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും.